ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയനന്തം വന്ദനമേ എന്റെ പുന്നീടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു: നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്നുള്ള വാക്കുകളാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത്. 2 തലങ്ങളിൽ മനുഷ്യർക്ക് തങ്ങളെ തന്നെ അലങ്കരിക്കുവാൻ കഴിയും എന്നുള്ളതായ വസ്തുതയാണ്. ഒന്നാമത്തെ അലങ്കാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പുറമേ കാണുന്ന അലങ്കാരമാണ്. അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഏറ്റവും യോഗ്യമായ തലങ്ങളിൽ തങ്ങളെ തന്നെ അലങ്കരിച്ചു നടക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗമെന്ന് പറയുന്നത്. എന്നാൽ പുറമേ നോക്കുമ്പോൾ വലിയ അലങ്കാരങ്ങളൊന്നും കാണാനില്ലെങ്കിലും അന്തരാത്മാവിനകത്ത് അകത്തെ മനുഷ്യനിലുള്ളതായ അലങ്കാരം എന്താണ് എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അക്ഷയഭൂഷണമായ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സൗമ്യതയും സാവധാനതയുമുള്ള ഒരു മനസ്സിനെക്കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്: യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ഞാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കുന്നവരായി നിങ്ങൾ തീരണമെന്നും, മാത്രമല്ല സൽപ്രവൃത്തികൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിക്കുന്നവരായി തീരണമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ പുറമേയുള്ളതായ അലങ്കാരങ്ങൾക്കല്ല പ്രാധാന്യതയെന്നും അതിനപ്പുറത്ത് മനസ്സുള്ള, മനസാക്ഷിയുള്ള, സൗമ്യതയുള്ള, നല്ല മനസ്സിൻ്റെ ഓഹരിക്കാരിയായിത്തീരുന്ന ഒരു ജീവിത പശ്ചാത്തലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ നന്നായി തൊട്ടറിയുന്ന വ്യക്തികൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശാലമായ അനുഭവം തിരിച്ചറിയുകയും യഥാർത്ഥമായി പുറമേ കാണുന്ന അലങ്കാരങ്ങളുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളെ അംഗീകരിക്കുന്നവർ ലോകത്തുണ്ടാകുമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വാക്കുകളിൽ നാം തിരിച്ചറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പുറമേ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരും അലങ്കരിക്കുന്നവരും ആകേണ്ട എന്നുള്ളതല്ല. അതിനപ്പുറത്ത് നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ നാം എത്രമാത്രം അലങ്കരിച്ച് മറ്റുള്ളവരുടെ കയ്യടി നേടുവാൻ ആഗ്രഹിക്കുന്നുവോ അതിലുപരിയായിട്ട് നല്ല മനസ്സിൻ്റെ, നല്ല മനസ്സാക്ഷിയുടെ, സൗമ്യതയുടെ ആത്മാവുള്ളവരായി ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നല്ല മനുഷ്യരായി നിങ്ങൾ തീരുമ്പോൾ അത് അനവധി ആളുകൾക്ക് നിങ്ങളോട് സ്നേഹവും നിങ്ങൾക്ക് അംഗീകാരവും തരുന്നതിന് കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
പുറമേയുള്ള അലങ്കാരത്തിനപ്പുറത്ത് ആന്തരികമായ ഒരു അലങ്കാരത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ പുറമേ അലങ്കാരം ധരിച്ച് ഞങ്ങളുടെ അന്തരാത്മാവിൽ മനസ്സാക്ഷിയില്ലാത്തവരായി ജീവിക്കുകയല്ല, ഞങ്ങളുടെ അന്തരാത്മാവിനകത്ത് സൽപ്രവർത്തികൾ കൊണ്ടും സുബോധത്തോടുകൂടിയും സൗമ്യതയോടും സാവധാനതയോടും കൂടി ജീവിക്കുന്ന ഒരു അനുഭവമുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.